വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിൻ്റെയും ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ നോട്ട്സ് തരും കേട്ടോ. എന്ന് വെച്ചാൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നെ സയൻസ്, സോഷ്യൽ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിൻ്റെ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് മതി എന്നല്ലേ നിങ്ങളെ. അതാകുമ്പോൾ ഒറ്റ പാർട്ടായിട്ടൊരു റിവിഷൻ ചാപ്റ്ററായിട്ട് അങ്ങ് നടത്തുന്നതല്ലേ നല്ലത്, ഇല്ലയോ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ളതിൻ്റെ എല്ലാം ഒന്നാമത്തെ ചാപ്റ്റർ, കാരണം നിങ്ങൾക്കിപ്പോൾ എന്താ പീരിയോഡിക് ടെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ മാസം 7-ാം തീയതിയാണെന്ന് തോന്നുന്നു. ഡേറ്റ് ഓരോ സ്കൂളിനും ഓരോ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. പീരിയോഡിക് ടെസ്റ്റ് അല്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്കിടാം കേട്ടോ. എന്നിട്ട് എന്താ അടുത്ത പാർട്ടിൽ രണ്ടാമത്തെ എല്ലാ വിഷയത്തിൻ്റെയും രണ്ടാമത്തെ പാർട്ട് ഇടാം. അപ്പം നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാനും പഠിക്കാനും സൗകര്യം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി നിങ്ങൾക്ക് തരുന്നത്. ഈ നോട്ടെല്ലാം എഴുതിയെടുത്തവർ കാണും, പക്ഷേ പഠിച്ചവർ കാണത്തില്ല കേട്ടോ. പഠിക്കണം. അപ്പോൾ എന്നെ ഇതുവരെ കാണാത്തവരുണ്ടെന്ന് പറഞ്ഞു, അവർക്ക് വേണ്ടിയും കൂടാണ് ഞാൻ ഈ ഒരു ഇതിട്ടുന്നത് കേട്ടോ. ഓക്കെ ആണോ? നമുക്ക് ഞാൻ വിചാരിച്ചു നിങ്ങളെ ഓണത്തിന് നമുക്ക് അല്ലാതൊരു വീഡിയോ ഇടുക. കാരണം അപ്പം നിങ്ങൾക്ക് എന്നെയും കാണാം, എനിക്ക് നിങ്ങളെയും കാണാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. ഓണമൊക്കെ ആവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്കൊരു ലൈവ് വീഡിയോ ഇടാം. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അതല്ലേ നല്ലത്. ഇപ്പം നമുക്ക് എല്ലാ ചാപ്റ്ററിൻ്റെയും മലയാളം, ഇംഗ്ലീഷും, ഹിന്ദിയും, സയൻസും ഒക്കെയുള്ള എല്ലാ ചാപ്റ്ററിൻ്റെയും ഒന്നാമത്തെ പാഠമാണ് കേട്ടോ. രണ്ടാമത്തെ നമ്മൾ എല്ലാത്തിൻ്റെയും ഓരോ പാർട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കി നമുക്കിടാം. നമുക്ക് തുടങ്ങാം. ഓക്കെ നിങ്ങളെ. അപ്പോൾ നോക്കിയോ നിങ്ങളെ, നമുക്ക് മലയാളം ഫസ്റ്റ് കേരള പാഠാവലിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ് പനിനീർ പൂവ്. ഞാൻ സ്പീഡിൽ അങ്ങ് വായിച്ചു പോകും, കാരണം നമുക്ക് എല്ലാ വിഷയത്തിൻ്റെയും ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ട്. വെച്ച് നിരക്കാൻ സമയമില്ല, കാരണം ഇതിൻ്റെ എല്ലാം ലിങ്ക് ഇട്ടതാണ് ഓൾറെഡി. അതുകൊണ്ട് നമുക്ക് എത്രയും സ്പീഡിൽ, കാരണം നിങ്ങൾക്ക് നോട്ട് കിട്ടുക എന്നുള്ളതാണ്. നോക്കൂ നിങ്ങളെ, പനിനീർ പൂവ് പാഠം 1, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അതിനകത്തിലെ പദപരിചയം: പനിനീർ പൂവ്, റോസാപ്പൂവ്, മാല് ദുഃഖം, മാലി മുടി, വേണി മുടി, വിണ്ണ് സ്വർഗം, മാൺപെഴും മനോഹരമായ, ആതങ്കം ദുഃഖം, മർത്യൻ മനുഷ്യൻ, നന്ദനം സ്വർഗത്തിലെ പൂന്തോട്ടം, പൂതം പരിശുദ്ധം, പാര് ഭൂമി, ഓതിയില്ല പറഞ്ഞില്ല, പ്രസൂനം പൂവ്, ബുദ്ധിഹീനൻ ബുദ്ധിയില്ലാത്തവൻ, തെന്നൽ ഇളംകാറ്റ്, മാനവർ മനുഷ്യർ, ഘ്രാണേന്ദ്രിയം മൂക്ക്, സ്ഥിതം വികസിച്ച. ഇനി നമുക്ക് ഈ പാഠത്തിൽ മഹാകവി ഉള്ളൂരിൻ്റെ ആശയസമ്പുഷ്ടമായ ഒരു കവിതയാണ് പനിനീർ പൂവ്. പൂവും താനും സഹോദരങ്ങളാണെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഒരുമയാണെന്നും പനിനീർ പൂവിലൂടെ കവി ആരാണ് ഈ കവി? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഏതൊരു പാഠം പഠിക്കുമ്പോഴും ആ പാഠം എഴുതിയത് ആരാണെന്ന് ഞാൻ അന്നും എന്നും എപ്പോഴും പറയുന്നതാണ്. എന്താവും നിങ്ങളെ, ഏതൊരു പാഠം പദ്യമായാലും ഗദ്യമായാലും അത് ആരാണ് എഴുതിയതെന്ന് നമ്മളൊരു ആദ്യത്തെ വരിയിൽ കൊടുത്തിരിക്കണം കേട്ടോ. ഓക്കെ ആണോ? അടുത്ത അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ, പാഠപുസ്തകത്തിലെ പ്രവർത്തനം നോക്കുഞ്ഞില്ലേ. പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ, പാർക്കുകിൽ നിങ്ങളെൻ ദൈവതമാർ. പൂക്കളെ ദേവതകളായി സങ്കല്പിച്ചത് എന്തുകൊണ്ടാണ്? ദേവനെ പൂജിക്കാൻ പൂക്കൾ ആവശ്യമാണ്. ഈ പൂക്കൾ കൊണ്ട് വീരന് മാലയണിയിക്കാം, സാധുക്കൾക്ക് ശിരസിന് അലങ്കാരമാകും. പൂക്കൾ കവിയുടെ മുന്നിൽ ദൈവതുല്യങ്ങളാണ്. പ്രകൃതിയെ നിസ്സാരമായ പൂക്കളിലൂടെ കവി ദൈവികതയെ കാണുന്നു. ഇവയിൽ നിറഞ്ഞിരിക്കുന്നത് പരിശുദ്ധിയും സ്നേഹവുമാണ്. ഓക്കെ, അടുത്ത അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കുക. ഉറൂബ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരെണ്ണമാണ്. ഉറൂബിനെ PC കുട്ടിക്കൃഷ്ണൻ കേട്ടോ. ഉറൂബ് എന്ന് പറയുന്നത് PC കുട്ടിക്കൃഷ്ണൻ. കുമാരനാശാൻ്റെയും ഉള്ളൂരിൻ്റെയും വരികൾ ഒരേ ആശയമാണ് പ്രകടിപ്പിക്കുന്നത്. ഉറൂബ്: ഭൂമിയിലെ എല്ലാ മനുഷ്യരും സുന്ദരികളും സുന്ദരന്മാരുമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ സാഹിത്യകാരനാണ് ഉറൂബ്. എല്ലാ മനുഷ്യരിലും സൗന്ദര്യം കാണാൻ വിശാല ഹൃദയമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ആശാന്റെ കവിതയിലൂടെ ജാതിമത ഭേദമില്ലാതെ ഈശ്വരൻ്റെ സൃഷ്ടികളായ മനുഷ്യർ നിറഞ്ഞതാണ് ഭൂമിയെന്ന് ആഹ്വാനം ചെയ്യുന്നു. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന പൂവിനോട് പോലും തൻ്റെ ചോദ്യം അതിന് വിഷമമുണ്ടാക്കിയെങ്കിൽ മാപ്പ് ചോദിക്കുന്ന ഉള്ളൂരിനെയാണ് അടുത്ത വരിയിൽ നാം കാണുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റുകൾ നോക്കിയാണ് ഞങ്ങൾ എഴുതിയേക്കുന്നത്. ഇതൊക്കെ വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വരിയിൽ നാം കാണുന്നത് ഈ 3 സാഹിത്യകാരന്മാരും ഭൂമിയിലെ ഓരോ വസ്തുവിനെയും അതിൻ്റെ സൗന്ദര്യം ഓരോ വരികളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഓക്കെ ആണല്ലോ? അടുത്തത് പനിനീർ പൂവ് അല്ലേ.
ആ പാഠത്തിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ്, ഏത് പാഠം പഠിച്ചാലും അതിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഇപ്പം നിങ്ങൾക്ക് പീരിയോഡിക് ആയതുകൊണ്ട് 1-2 പാഠം വെച്ചാണല്ലേ, അപ്പോൾ അതിൻ്റെ പഠിച്ചിരിക്കണം. കുറേ ചെല്ലിയുള്ളൂ. ആധുനിക കാലഘട്ടത്തിലും ഏറ്റവും ക്രമമായ ഒരാശയം സ്പഷ്ടമായിട്ട് അവതരിപ്പിക്കുന്ന കവിതയാണ് പനിനീർപ്പൂവ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ അമൃതധാര എന്ന കവിതാ സമാഹാരത്തിലെ കവിതയാണ് പനിനീർപ്പൂവ്. ഭംഗിയുള്ള പൂവിനെ നോക്കി കവി ചോദിക്കുകയാണ്, അല്ലയോ പൂവേ, നീ ഇവിടെ നിന്ന് എപ്രകാരം പുഞ്ചിരിക്കുന്നത് എന്തിനാണ്? അല്ലയോ പൂവേ, നീ ഇവിടെ നിന്ന് ഇപ്രകാരം പുഞ്ചിരിക്കുന്നത് എന്തിനാണ്? നിന്റെ ജീവിതം വളരെ ചെറുതല്ലേ? ഇന്ന് വിരിഞ്ഞ് നാളെ കൊഴിഞ്ഞ് മണ്ണിൽ വീഴാനിരിക്കുന്ന നീ എന്തിനാണ് ഈ പുഞ്ചിരിക്കുന്നത് എന്ന് കവി അഹങ്കാരത്തോടെ പൂവിനോട് ചോദിക്കുന്നു. നമ്മളത് പഠിച്ചത് ഓർമ്മയുണ്ടോ? എന്നാൽ പനിനീർ പൂവ് യാതൊരു മറുപടിയും നൽകിയില്ല അല്ലേ. കവിയുടെ ചോദ്യം തെറ്റായിപ്പോയി എന്നർത്ഥത്തിൽ തല വിലങ്ങനെ ഒന്നാട്ടി നിഷേധമറിയിച്ചു. പൂവ് വിലങ്ങനെ തലയാട്ടിയത് തെറ്റെന്ന് സൂചിപ്പിച്ചത് എന്ന് ചിന്തിച്ച കവിക്ക് അതിൻ്റെ കാരണവും മനസ്സിലായി അല്ലേ. നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ അയാൾ മിണ്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ലേ, അതൊരു വലിയ നമുക്ക് ഒരു നാണക്കേടോ വിഷമോ ഒക്കെ തോന്നും. നിന്റെ ജീവിതം മോശമാണെന്ന് അറിയാതെ പറഞ്ഞു പോയതിൽ എനിക്ക് മാപ്പ് നൽകിയാലും. അല്ലയോ പൂക്കളെ, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് യാതൊന്നുമില്ല. അത്രമേൽ ശ്രേഷ്ഠമാണ് ഭൂമിയിൽ നിങ്ങളുടെ സ്ഥാനം. ആയതിനാൽ നീ എനിക്ക് മാപ്പ് നൽകണം എന്ന് കവി പൂവിനോട് അഭ്യർത്ഥിക്കുകയാണ് അല്ലേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കേട്ടോ. ഇമ്പോർട്ടൻറ്റുകൾ മാത്രമാണ് നമ്മൾ തരുന്നത്. പ്രിയപ്പെട്ട പൂവേ, നീ എന്നോട് ക്ഷമിക്കൂ. ഏതൊരു പാഴ്മണൽ കാടും നിങ്ങൾ വളർന്ന് ശോഭിക്കുമ്പോൾ അത് നന്ദന ഉദ്യാനമായിട്ട് അങ്ങ് മാറുന്നു അല്ലേ. പാടുന്ന വണ്ടികൾക്കൊപ്പം ഇളം കാറ്റിൽ നൃത്തമാടുന്ന നിങ്ങളെ ആരാണ് മറക്കുക? നാസികയ്ക്ക് പോലും സാഫല്യമാണ് മനുഷ്യർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ. അന്നപൂർണേശ്വരി ദേവിയെപ്പോലെ നിങ്ങൾ വരുന്നവർക്കെല്ലാം ശുദ്ധമായ തേൻ നൽകുന്നു. മുടിയിൽ ചൂടിയാൽ എന്ത് ഭംഗിയാണ്. ദേവനെ പൂജിക്കാം നമുക്ക്. അലങ്കാരമായി വീരന്മാർക്കും ചാർത്തി കൊടുക്കാം. പാവങ്ങളുടെ മൗലിയിലും നിങ്ങൾ അലങ്കാരമാണ് അല്ലേ. നമ്മൾ മുല്ലപ്പൂവൊക്കെ വെച്ചുകൊണ്ട് പോകത്തില്ലേ? റോസാപ്പൂവൊക്കെ വെച്ചുകൊണ്ട് പോകത്തില്ലേ? റോസാപ്പൂവിനെയാണ് കുഞ്ഞുങ്ങളെ ഈ പറയുന്നത് കേട്ടോ. പനിനീർപ്പൂ എന്ന് പറയുന്നത് ഇവിടെ റോസാപ്പൂവാണ്. ഇവിടെ നല്ല എവിടെ. ഭൂമിക്ക് ശ്രേഷ്ഠത നൽകുന്ന നിങ്ങൾ ദേവതമാർ തന്നെയാണ്. തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട പൂക്കളെ, നിങ്ങൾക്ക് കൈകൂപ്പി വന്ദനം അല്ലേ. ആലോചിച്ചാൽ നിങ്ങൾ ദേവതമാർ തന്നെയാണ് കേട്ടോ. വളരെ കുറച്ച് നോട്ടുകൾ മാത്രമേ തരുന്നുള്ളൂ. ഉള്ളത് നല്ലപോലെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം മലയാളം കേരള പാഠാവലിയുടെ ഒന്നാമത്തെ പാഠം പനിനീർ പൂവ് എന്നാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെയാണ് കുഞ്ഞുങ്ങളെ. അത്രയേ ഉള്ളൂ. അത് വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ ആണേ. അടുത്തത് അടിസ്ഥാന പാഠാവലിയുടെ ഒന്നാമത്തെ പാഠമാണ് കനിവും കരുതലും. മുരളി നാഗപ്പുഴയും CB ശിവുവിനെ കുറിച്ചുമാണ് ഫസ്റ്റ്. ഇത് ആ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. ഈ മുരളി നാഗപ്പുഴയുടെ ചിത്രത്തിൽ പൂക്കളും ചെടികളും മരങ്ങളും പക്ഷിമൃഗാദികളും നിറഞ്ഞ മനോഹരമായ ഒരു കാഴ്ച അനുഭവമാണ് നമുക്ക് ആ പടത്തിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ CB ഷിബുവിൻ്റെ ചിത്രത്തിൽ വരണ്ട് വിണ്ടുകീറിയ ഭൂമിയെയും കുടിവെള്ളം തേടി അലയുന്ന മനുഷ്യരെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 2 ചിത്രങ്ങളിലും മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ 2 വ്യത്യസ്ത വശങ്ങൾ വരച്ച് കാണിച്ചിരിക്കുന്നു അല്ലേ. മനോഹരമായ പ്രകൃതിയെ നമ്മൾ കാലാകാലമായി ചൂഷണം ചെയ്ത് നശിപ്പിക്കുമ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പ് പോലും ഇല്ലാതാവുമെന്ന് ഈ ചിത്രത്തിൽ പറയുന്നുണ്ട്. നമ്മളത് നല്ലപോലെയൊക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നുകൂടി ഈ ചിത്രത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. അടുത്തത് അതിനകത്തിലെ ഒന്നാമത്തെയാണ് കുരുവിയും കാട്ടുതീയും. ആനന്ദ് പുനരാഖ്യാനം ചെയ്ത കുരുവിയും കാട്ടുതീയും എന്ന നാടോടിക്കഥ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ലളിതവും ശക്തവുമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ്. കാട്ടുതീ പടർന്നു പിടിച്ച ജീവികളെല്ലാം ജീവന് വേണ്ടി പരക്കം പായുന്ന ഭീകരമായ ഒരവസ്ഥയിൽ ഒരു കൊച്ചു കുരുവി തൻ്റെ കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് തീ അണയ്ക്കാൻ നടത്തുന്ന ശ്രമം ഹൃദയസ്പർശിയാണ്. ആത്മാർത്ഥമായ ഈ ശ്രമത്തെ മഴദേവൻ പോലും പരിഹസിക്കുമ്പോൾ ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ? അങ്ങേക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാമല്ലോ. എനിക്കാവുന്നത് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങേക്ക് മഴദേവനോട് പറയുന്നതാ, അങ്ങ് വിചാരിച്ചാൽ ഒരു മഴ നല്ലൊരു മഴ പെയ്താൽ ഈ തീ അണയ്ക്കാവുന്നതേ ഉള്ളൂ. അങ്ങത് ചെയ്യാതെ നോക്കി നിൽക്കുക അല്ലേ. പക്ഷെ ഞാൻ എൻ്റെ ചുണ്ടിൽ കൊള്ളുന്ന അത്രയും വെള്ളം അതിൻ്റെ ചുണ്ടിൽ എത്ര കൊള്ളും കുഞ്ഞുങ്ങളെ? നമ്മളൊന്ന് ചിന്തിച്ചേ. 1-2 തുള്ളിയായിരിക്കും ആ കുഞ്ഞു കുരുവിയുടെ ചുണ്ടിൽ അല്ലേ. പക്ഷെ അതുപോലും അത് അപ്പുറത്തെ നദിയിൽ നിന്നും എടുത്തു കൊണ്ടുവന്ന് ആ തീക്കകത്തിൽ ഒഴിക്കുകയാണ് അല്ലേ. എന്ന കുരുവിയുടെ ആ മറുപടി അതിൻ്റെ നിശ്ചയദാർഢ്യം ഇവിടെ വ്യക്തമാക്കുന്നു അല്ലേ. സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തുമെന്ന് പോലും ചിന്തിക്കാതെ അവസാനം വരെ തൻ്റെ ശ്രമം തുടരുന്ന ഈ കൊച്ചു കുരുവി വലിയൊരു പ്രതീകമായി മാറുന്നു. നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ ശ്രമങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു കേട്ടോ. നല്ലതല്ലേ? കുറച്ചേ ഉള്ളെങ്കിലും ആ ഉള്ളത് നല്ല രീതിയിൽ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് പഠിക്കാം.
അപ്പോൾ അതിൻ്റെ ബാക്കിയുണ്ടോ നിങ്ങളെ നോക്കിയേ. ഇത് കേവലം പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ഒരു കഥ മാത്രമല്ല, ധീരതയുടെയും പ്രതിബദ്ധതയുടെയും പ്രാധാന്യം ഊന്നിപ്പറയുന്ന ഒരു പാഠം കൂടിയാണ് കേട്ടോ. ഇനി അഭിപ്രായക്കുറിപ്പ് എഴുതാൻ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളെ. കാട്ടുതീ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ അവിടെ അഭിപ്രായക്കുറിപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, മഴദേവൻ കുരുവിയെ പരിഹസിച്ചു. നിന്റെ ഈ ചെറിയ ശ്രമം കൊണ്ടോ തീ കെടുത്താൻ കഴിയുക എന്നതായിരുന്നു നിലപാട്. എൻ്റെ കുരുവി, നീ ഇത് ഓരോ തുള്ളി കൊണ്ടൊഴിച്ചാൽ എവിടെ ആവാനാ? ആ തുള്ളി തന്നെ താഴെ ചെല്ലുമ്പോഴത്തേക്ക് അതെന്താ പുകഞ്ഞ് ആവിയായിട്ട് പോകത്തേ ഉള്ളൂ. താഴെ വരെ ചെല്ലുന്നതിന് മുമ്പേ അത് പോവില്ലേ. പിന്നെ നീ എന്തിനാ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്ന് മഴദേവൻ കുരുവിയെ പരിഹസിച്ചു അല്ലേ. എന്നാൽ കുരുവി തനിക്ക് കഴിയുന്ന ചെറിയ സഹായം പോലും ഉപേക്ഷിക്കാനാവാതെ തീ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുരുവിയുടെയും മഴദേവൻ്റെയും മനോഭാവത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഏതൊരു കാര്യത്തിലും തന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ സഹായം ചെയ്യുകയും സഹായം ആവശ്യമുള്ളവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം നിറവേൽക്കുന്നത് അല്ലേ, നമ്മുടെ ജീവിതത്തിനോട് ഭംഗി കൂടുന്നതും. എനിക്ക് ഒന്നും സാധിക്കില്ല എന്നുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത്. അതുപോലെ തന്നെ താൻ എന്ന അഹങ്കാരവും ഇല്ലാതാക്കണം. എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെയാണേ. ഇനി അതിൻ്റെ അകത്തിലെ കഥ എഴുതാം എന്ന് പറഞ്ഞുകൊണ്ടു കുഞ്ഞിലെ. ഈ കഥയിലെ എന്ന് തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. കാട്ടിൽ തീ പടർന്നു, മൃഗങ്ങളും പക്ഷികളും പേടിച്ച് ഓടിപ്പോകുന്നു. കുരുവി പുഴയിൽ നിന്നും വെള്ളം ചുണ്ടിലെടുത്തുകൊണ്ട് തീ കെടുത്താൻ ശ്രമിക്കുന്നു. കുരുവി ഇത് പലതവണ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അഗ്നിതാളങ്ങൾക്കിടയിൽ നിന്നും വേദനയാൽ പിടയുന്ന കാട് കുരുവിയോട് മന്ത്രിച്ചു. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്നെ രക്ഷിക്കാൻ നിനക്ക് കഴിയില്ല. ഈ തീ എന്നെ വിഴുങ്ങിക്കഴിഞ്ഞു. കുരുവി മറുപടി പറഞ്ഞു, ഇത് എൻ്റെ വീടാണ്. എൻ്റെ സുഹൃത്തുക്കളെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും. കാട് കുരുവിയുടെ ധൈര്യത്തിൽ കൂടെ തന്നെ നിന്നു. കുരുവി പിന്നെയും പുഴയിലേക്ക് പറന്നു. ചുണ്ടിൽ നിറയെ വെള്ളവുമായിട്ട് തിരിച്ചെത്തി. ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴാണ് ലോകം സുരക്ഷിതമാകുന്നത് എന്നതാണ്. നല്ല പോയിന്റുകളാവും നിങ്ങളെല്ലാം, നല്ല നല്ല പോയിന്റുകളാണ് കേട്ടോ. അപ്പം മലയാളം സെക്കൻഡ് അത്രയേ ഉള്ളൂ. അതിൻ്റെ മലയാളം ഫസ്റ്റിൻ്റെ ഒന്നാമത്തെ പാഠം പനിനീർപ്പൂവ്, മലയാളം സെക്കൻഡ് കനിവും കരുതലും, പിന്നെ കുരുവിയും കാട്ടുതീയും അല്ലേ. ഓക്കെ, അടുത്ത് നോക്കൂ നിങ്ങളെ. അതിനകത്തിലെ തന്നെ രണ്ടാമത്തെയാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപീലി. അത് യൂണിറ്റ് 1-ൻ്റെ അതും 2 ഇതോ ഞങ്ങളെ നോക്കിക്കേ. വിശകലനക്കുറിപ്പ്, നല്ലൊരു കഥയാ. ഓർമ്മയുണ്ടോ? താളുകൾക്കിടയിൽ ഒരു മയിൽപീലി. നമ്മൾ നല്ല രീതിയിൽ ആ ടെസ്റ്റ് വായിച്ചതാ അല്ലേ. പ്രിയ ASൻ്റെ താളുകൾക്കിടയിൽ ഒരു മയിൽപീലി, അതൊരു സംഗീതപ്രേമിയായ ഒരു ബാലൻ്റെ കഥയാണ്. കഥയിലുടനീളം അനുതാര തൻ്റെ അസുഖം കാരണം അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ വേദനകളെക്കുറിച്ച് പറയുന്നുണ്ട്. അനുതാരയും നീലകണ്ഠനും ഒന്നിച്ചു പഠിക്കുന്നവരാണ്. അടുത്തടുത്തിരുന്നാണ് പഠിക്കുന്നതും. രോഗിയായതിനാൽ ക്ലാസ്സിൽ അനുതാര സ്ഥിരമായി വരാറില്ല. വരുമ്പോൾ നോട്ട് ബുക്കിൽ പഠിപ്പിച്ച എല്ലാ ഭാഗവും ഈ നീലകണ്ഠൻ എഴുതി കൊടുക്കും. പരീക്ഷയ്ക്ക് നീലകണ്ഠൻ്റെ അടുത്താണ് അനുതാര ഇരിക്കുന്നത്. എല്ലാം അനുതാരയ്ക്ക് കാണിച്ചും കൊടുക്കുമായിരുന്നു. നീലകണ്ഠൻ അനുതാരയുടെ ജീവിതത്തിലെ ഒരു പ്രകാശ ബിന്ദുവാണ്. അവൻ്റെ നിഷ്കളങ്കമായ പ്രശംസയും സ്നേഹവും അവളുടെ വേദനകൾ ഇല്ലാതെയാക്കുന്നു. മയിൽപീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന പ്രയോഗം അനുതാരയുടെ കണ്ണുകളുടെ ഭംഗിയെ മാത്രമല്ല, അവളുടെ ഉള്ളിലെ നിഷ്കളങ്കതയും സൂചിപ്പിക്കുന്നു. നീലകണ്ഠൻ അനുതാരയോട് പറയുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ളത് മയിൽപീലിക്കാണെന്ന്. അതുകൊണ്ടാണ് അനുതാരയുടെ കണ്ണുകളെ മയിൽപീലി കണ്ണുകളോട് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ഇത് അനുതാരയും നീലകണ്ഠനും തമ്മിലുള്ള ആഴത്തിലുള്ള സ്നേഹബന്ധത്തെ എടുത്തു കാണിക്കുന്നു. ഓക്കെ, അടുത്ത മന്ദാരപ്പൂ പോലെ എന്ന് പറയുന്ന ഒരു വരിയുണ്ട് കുഞ്ഞുങ്ങളെ. മന്ദാരപ്പൂ പോലെ എന്ന പ്രയോഗം ഇവിടെ നീലകണ്ഠൻ്റെ ചിരിയെയാണ് വിശേഷിപ്പിക്കുന്നത്. നീലകണ്ഠൻ്റെ ചിരിയുടെ സൗന്ദര്യമാണ് മന്ദാരപ്പൂ പോലെ എന്ന ഉപമയിൽ ലഭിക്കുക. അടുത്ത പെരുമഴയത്തെ ഒരു തുള്ളി പോലെ. വലിയൊരു സ്കൂളിൽ നീലകണ്ഠൻ എത്രമാത്രം ചെറുതും അപ്രധാനിയുമായിരുന്നു എന്ന് ഈ പ്രയോഗം വ്യക്തമാക്കുന്നു. അത് ആ കഥയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അതും പറഞ്ഞുകൊണ്ടിരുന്ന സമയം എത്രയും പോകും. ഒരു തുള്ളി വെള്ളം പെരുമഴയിൽ ലയിച്ചു പോകുന്നത് പോലെ നീലകണ്ഠനെ ആ വലിയ സ്കൂളിൽ ആരും അറിയാതെയായി എന്ന് സൂചിപ്പിക്കുന്നു. നക്ഷത്രം പോലെ ജ്വലിച്ചു നിൽക്കുന്ന കണ്ണുകൾ, ഇത് ആതിര ടീച്ചറുടെ കണ്ണുകളെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് അല്ലേ. നക്ഷത്രം പോലെ. മറ്റേത് അവിടെ നിതാരയുടെ ആണെങ്കിലോ മയിൽപീലി പോലെ അല്ലേ. ഇവിടെ ആരെക്കുറിച്ച്? ആതിര ടീച്ചറുടെ കണ്ണുകളാണ്. ടീച്ചറുടെ വ്യക്തിത്വത്തെ തിളക്കവും ആകർഷകത്വവും ഈ പ്രയോഗത്തിലൂടെ വ്യക്തമാക്കുന്നു. അടുത്ത കണ്ടെത്തി എഴുതുക. നോക്കിക്കേ, ആ ചോദ്യം നോക്കണം നിങ്ങൾ. ഇങ്ങനെ വരുന്ന അപ്പോസ്ട്രഫി തന്നെ ഇങ്ങനെ വരുന്നില്ലേ, അതിനകത്തിൽ വരുന്നത് ഏതൊക്കെയുണ്ട്? ഇവിടെ നോക്കിയാൽ മയിൽപീലി കണ്ണുകൾ പോലെയുണ്ട്. ഇത് ജീവനുള്ള മയിലാണോ എന്ന് വിചാരിച്ച് അല്ലേ. അനുതാര ഇന്ന് വരുമെന്ന് എനിക്കറിയായിരുന്നല്ലോ. ഹായ്, നല്ല ഭംഗിയുണ്ട്. ഇനി എനിക്ക് എന്തിനാ പെൻസില്? ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഇവിടെ 2 കണ്ടോ, നമ്മൾ ഇങ്ങനെ മലയാളത്തിൽ എഴുതത്തില്ലേ ഇല്ലയോ ഞങ്ങളെ.
അങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ ടെസ്റ്റിൽ ഏതൊക്കെയുണ്ടെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് എഴുതാനാണ്. ഓക്കെ, അടുത്ത 4-മത്തത്. അനുതാരയ്ക്ക് കരയണമെന്ന് തോന്നിയത് എപ്പോഴാണ് കുഞ്ഞുങ്ങളെ? മരുന്നിൻ്റെ ശക്തിയിൽ പൊടിഞ്ഞുപോയ തലമുടി മുകളിലേക്ക് കെട്ടിയ സ്ക്രാഫിൻ്റെ കെട്ടഴിച്ചും വീണ്ടും കെട്ടിയും കൂട്ടുകാരുടെ മുമ്പിൽ അനുതാര ഇങ്ങനെ നിന്നു. കൂട്ടുകാരുടെ അപരിചിതത്വം കണ്ടപ്പോൾ അനുതാരയ്ക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നി. നീലകണ്ഠനെക്കുറിച്ചൊരു പ്രൊഫൈല് മീൻസ് നീലകണ്ഠനെക്കുറിച്ച് നമ്മൾ എന്ത് ചോദിച്ചാലും എഴുതാൻ അറിയണം കേട്ടോ. അനുതാരയുടെ സഹപാഠിയാണ് നീലകണ്ഠൻ. നന്നായി പഠിക്കുന്നവനായിരുന്നു. എന്നാൽ നീലകണ്ഠന് അച്ഛനില്ലെന്ന് അനുതാര അറിയുന്നത് വളരെ വൈകിയാണ്. അസുഖം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്നും അനുതാര വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന നോട്ടുകളെല്ലാം എഴുതി കൊടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ നീലകണ്ഠനായിരുന്നു. എന്നാൽ അതെല്ലാം പഠിക്കുവാൻ അനുതാരയ്ക്ക് കഴിഞ്ഞില്ല. ചിത്രം വരയ്ക്കുമ്പോൾ രണ്ടുപേരും താല്പര്യത്തോടെ പങ്കെടുക്കും. ചിത്രം വരയ്ക്കാനുള്ള പെൻസിൽ അനുരാധ വാങ്ങിക്കൊടുക്കും. ഒരിക്കൽ അനുതാര മയിലിൻ്റെ പടം വരച്ചപ്പോൾ നീലകണ്ഠൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ മയിൽപ്പീലി പോലെയാണെന്ന്. കാലത്തിനു ശേഷം അനുതാര നീലകണ്ഠനെ പിന്നെ കണ്ടില്ല അല്ലേ. പിന്നെയാണ് അവൾ അറിഞ്ഞത് നീലകണ്ഠന് പനിയാണെന്നും അതോടെ അവൻ്റെ കാഴ്ചശക്തിയും പോയെന്ന് അല്ലേ. പക്ഷേ അനുതാര അത് വിശ്വസിച്ചില്ല അല്ലേ. ഓർമ്മയുണ്ടോ? നമ്മൾ ആ കഥ നല്ലപോലെ വായിച്ചതാണ്, പിന്നെ പറഞ്ഞതേ ഉള്ളൂ. ഒരു നാൾ നീലകണ്ഠനും അവൻ്റെ അമ്മയും കൂടി അമ്മാവൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് അവർ പറഞ്ഞു. നീലകണ്ഠൻ അന്ധനായിരുന്നു. ഇനി തനിക്കും കൂടി അനുതാര പഠിക്കണം എന്ന് പറഞ്ഞത് അമ്മയോടൊപ്പം പോകുന്ന നീലകണ്ഠനെ നോക്കി അനുതാര നിന്നു. ഈ നീലകണ്ഠനെ ഈ കഥയിലെ ശക്തമായൊരു കഥാപാത്രമാണ് നമ്മുടെ നീലകണ്ഠൻ. ഈ കഥ ഞാൻ നല്ലപോലെ വായിച്ച് കേൾപ്പിച്ചാൽ മതി കേട്ടോ. ഈ കഥ വായിച്ച് ഞാൻ കരയി വരെ ചെയ്തൊരു കഥയാട്ടോ. കാരണം ഞാൻ ഈ പാഠം സ്കൂളിൽ ഇവിടെ പഠിപ്പിച്ചില്ലായിരുന്നു. അപ്പം നമ്മളെന്താ ആദ്യമായിട്ട് വായിച്ചപ്പോൾ എനിക്ക് കരച്ചിലാവുന്നു കേട്ടോ. നല്ലൊരു കഥയായിരുന്നു കേട്ടോ. അടുത്ത ഇംഗ്ലീഷ്. മലയാളം ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞു. ഇംഗ്ലീഷിൻ്റെ 1-ാമത്തെ ചാപ്റ്റർ എ ലോങ് വിത്ത് ഗ്രാനി, മുത്തശ്ശിയോടൊപ്പം ഒരു യാത്ര അല്ലേ. അതിൻ്റെ മീനിങ്സ് ഗ്ലിംസ് തിളക്കം, സ്ക്രാച്ച് ചെയ്യാന്ന് വെച്ചാൽ ഒരക്കിയാലെ പോറിലുള്ള, ഗ്ലാസസ് എന്ന് വെച്ചാൽ ഇവിടെ കണ്ണടയാണ്, റോർ എന്ന് വെച്ചാൽ ഗർജനം, ഫ്ലോക്ക് കൂട്ടം, ഫുസി പാറിപ്പറന്ന, ഡ്രിസില് ചാറ്റൽ മഴ, സ്ലേക്കൺ വേഗത കുറയ്ക്കുക, റിക്കിറ്റി പൊട്ടിപ്പൊളിഞ്ഞ, സ്കാമ്പർ ഓടുക, ഗ്ലൂമി ഇരുണ്ട, ജോസ്റ്റിൽ തള്ളുക, നോഡ് തലയാട്ടുക, ബിസാർ ചന്ത കേട്ടോ. അത് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയുള്ളൂ. നോക്കൂ. വൈ കുഡ് നോട്ട് ഗ്രാനി സീ പ്രോപ്പർലി ത്രൂ ഹെർ ഗ്ലാസ്? മുത്തശ്ശിക്ക് കണ്ണടയിലൂടെ ശരാശരി കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരുന്നു? നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ നിങ്ങളെ? ഗ്രാനി കുഡ് നോട്ട് സീ പ്രോപ്പർലി. ഗ്രാനിക്ക് നല്ലപോലെ കണ്ണ് കാണത്തില്ല. അവർക്ക് കാണാൻ പറ്റുന്നെങ്കിൽ അവരുടെ കണ്ണാടി പൊട്ടിപ്പൊളിഞ്ഞൊരു 10-20 കൊല്ലം പഴക്കമുള്ളൊരു കണ്ണാടിയായിരുന്നു അല്ലേ. ബിക്കോസ് ഹെർ ഗ്ലാസസ് വെയർ വെരി ഓൾഡ്, സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്, മൊത്തം പൊട്ടി ഒരഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. ഹെർ ഐസൈറ്റ് ഹാസ് ബിക്കം വീക്കർ ഓവർ ദ ഇയേഴ്സ് ആൻഡ് ഷീ നീഡഡ് ന്യൂ ഗ്ലാസസ്. ഇനി വൈ ഡിഡ് നോട്ട് ഗ്രാനി wanted to be parted from Mani? മാണിയെ പിരിയാൻ ഈ മാണി എന്നും മാനി എന്നും ഒക്കെ ഇതിനെ വിളിക്കുക. MANI അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പം മാണി എന്ന് വിളിച്ചാലും തെറ്റില്ല, മാനി എന്ന് പറഞ്ഞാലും തെറ്റില്ല കേട്ടോ. മാണിയെ പിരിയാൻ മുത്തശ്ശി ആഗ്രഹിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ? ബിക്കോസ് ഷീ ലവ്ഡ് മാണി വെരി മച്ച്. ഷീ റേസ്ഡ് ഹിം ആഫ്റ്റർ ഹിസ് മദർ ഡൈഡ് ആൻഡ് ഫെൽറ്റ് ഹാപ്പി ആൻഡ് സേഫ് വെൻ ഹി വാസ് വിത്ത് ഹെർ. ഈ കൊച്ചിൻ്റെ അമ്മ 3-7 വയസ്സുള്ളപ്പോഴെങ്ങാണ്ട് മരിച്ചു പോയതാണ് കേട്ടോ, നമ്മുടെ മാണിയുടെ അമ്മ. അതിനുശേഷം ഈ കുഞ്ഞിനെ വളർത്തിയതും അത്രയ്ക്ക് ഇഷ്ടമാണ് ആ അമ്മൂമ്മയ്ക്ക്. ഗ്രാനി എന്ന് വെച്ചാൽ അമ്മൂമ്മ കേട്ടോ. ആ അമ്മൂമ്മയാണ് ഈ കുഞ്ഞിനെ വളർത്തിയത്, മാനിയെ വളർത്തിയത്. അപ്പം ആ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഗ്രാനിക്ക് കേട്ടോ. അതാണ് ലൗഡ് മാണി വെരി മച്ച് കേട്ടോ. ഗ്രാനിയുടെ അമ്മ മരിച്ചപ്പോഴിന് ശേഷം പിന്നെ ഒരു കുറവും ഒന്നും ഇല്ലാതെ പിന്നെ അമ്മൂമ്മയാണ് വളർത്തിയത് അല്ലേ. നമ്മൾ ആ കഥ വായിച്ചതല്ലേ. ഡു യു തിങ്ക് ഗ്രാനി വാസ് കോൺഫിഡൻറ്റ് അബൌട്ട് വാക്കിംഗ് ടു 9? എന്ന് വെച്ചാൽ മുത്തശ്ശിക്ക് 9ലേക്ക് നടക്കാൻ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മുത്തശ്ശി നടക്കുമല്ലേ? യെസ്, ഗ്രാനി വാസ് കോൺഫിഡൻറ്റ് അബൌട്ട് വാക്കിംഗ് ടു 9 അല്ലേ. ഷി വാസ് നത്തിങ് റോങ് വിത്ത് ഹെർ ലഗ്സ് ആൻഡ് ഈവൻ ജോക്ക്ഡ് ദാറ്റ് വാക്കിംഗ് അപ്പ് ഹിൽ വാസ് ഈസിയർ. അവർ തമാശകളൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ ആ മലയുടെ മണ്ടക്കോട്ട് നടന്ന് പോയി. ഇടയ്ക്ക് ഇവൻ മുങ്ങിയായിരുന്നില്ലേ കാവറിക്കാൻ വേണ്ടി. വൈ ഡിഡ് നോട്ട് മാണി കീപ്പ് അപ്പ് വിത്ത് ഗ്രാനി ഓൺ ദ വോക്ക്? മാനിക്ക് മുത്തശ്ശിക്കൊപ്പം നടന്നെത്താൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? മാനി കുഡ് നോട്ട് കീപ്പ് അപ്പ് വിത്ത് ഗ്രാനി ബിക്കോസ് ഹീ സ്റ്റോപ്പ്ഡ് ടു പിക്ക്. അതാണ്ട കുഞ്ഞുങ്ങളെ ആൻസർ ഉണ്ട്. ഇടയ്ക്ക് ഇവന് ആ കാട്ടിക്കൂടെ ഒക്കെ ആയി മേളിൽ ചെന്നത് കേട്ടോ. ഇവൻ ഈ കാട് കണ്ടപ്പോൾ ഉണ്ടല്ലോ, കാടിൻ്റെ അകത്തൂടാണ് ഇവർ ഈ നടന്നു പോയത്, കുന്നിൻ്റെ മണ്ടക്കോട്ട് പോയത്. അപ്പോൾ ഈ ഇടയ്ക്ക് ചെന്നപ്പോൾ ഇവനെന്തോ 2 പേരൂടെ നടന്നാണ് പോയത്, നല്ലപോലെ ആഞ്ഞു വലിച്ച് നടക്കുക. അപ്പോൾ ഇവനെ ഇടയ്ക്കൊന്ന് നിന്ന് എന്തോന്നറിയോ, ഹീറ്റ് വൈൽഡ് ബ്ലാക്ക്ബെറീസ്, അവിടെ ഈ കറുത്ത ഉണ്ടല്ലോ ബ്ലാക്ക്ബെറീസ് നിൽപ്പുണ്ടായിരുന്നു, അത് പറിക്കാനായിട്ട് ഇവന് ഇടയ്ക്കൊന്ന് മുങ്ങി. വൈൽ ഗ്രാനി കെപ്റ്റ് വോക്കിംഗ് സ്റ്റഡി
ഡെഡ്ലി വിത്തൗട്ട് സ്റ്റോപ്പ്. പക്ഷേ ഗ്രാനി അവിടെ നിന്നില്ല. അവരെന്ത് ചെയ്തു, ഇവരെന്തെങ്കിലും പറിച്ചിട്ട് വരട്ടെന്ന് വിചാരിച്ച് ഇവർ നല്ലപോലെ സ്പീഡിൽ നമ്മുടെ അമ്മൂമ്മ എങ്ങനെ നടന്നു പോയെന്ന് കേട്ടോ. 5 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞു. അടുത്ത ഹിന്ദി ആവും ഞങ്ങളെ. പേട്. ചാപ്റ്റർ 1 പേട് മരം. അത് എഴുതിയത് സുശീൽ ശുക്ല. പേടെന്ന് വെച്ചാൽ മരം, ഹവ കാറ്റ് വിൻഡ്, രംഗ് നിറം കളറ്, പാനി വെള്ളം വാട്ടർ, ഫൂല് പൂവ് ഫ്ലവർ, ആമ് മാങ്ങ മാംഗോ, ബാഗ് പൂന്തോട്ടം ഗാർഡൻ, ധൂപ് വെയിൽ സൺലൈറ്റ്, തുമ്മ് നിങ്ങൾ യു, മീട്ടി മണ്ണ് സോയില്, മഹക്ക് സുഗന്ധം ഫ്രാഗ്രൻസ്, കിനാര തീരം ബാങ്ക്, ഖോംസല പക്ഷിക്കൂട് നെസ്റ്റ്, സിൽന തൈക്കിക ടു സിവി, ദർജി തയ്യൽക്കാരൻ ടൈലർ, പശ്മിന കമ്പിളി വസ്ത്രങ്ങൾ വൂളൻ ക്ലോത്ത്, ജാമുൻ ഞാവൽ പഴം ബ്ലാക്ക് പ്ലം, കിത്തന എത്ര ഹൗ മെനി, ബനാന ഉണ്ടാക്കുക ടു മേക്ക്, ചാന്ത് മൂണ്. മൊത്തം 20 എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് വൃത്തിയായിട്ട് ഇത് എഴുതിയെടുക്കണേ. അപ്പോൾ ആ പാട്ടാകും ഞങ്ങൾ. ഇതെന്ന് വെച്ചാൽ ഇതൊന്നും അറിഞ്ഞിരിക്കണേ. പേട് എന്ന കവിത എഴുതിയത് ആരാണ്? പേട് കവിത കിസ്നെ ലിഖി ആരാണ്? സുശീൽ ശുക്ലയാണ്. പേടിനെ ക്യാ സിലെ മരം എന്തൊക്കെ ചെയ്തു ഇവിടെ? ഈ പാട്ടിനകത്തിൽ എന്തൊക്കെയായിരുന്നു ചെയ്തേ? ഖോംസല, ഹവ, മീട്ടി, പാനി, എന്തൊക്കെ തയ്ച്ചു എന്നാ. മരമാണ് നിങ്ങളിവിടെ പഠിക്കാനുള്ളത്. ഈ മരം എന്തോത്ത് തയ്ച്ചു? ഖോംസല പക്ഷിക്കൂട്, ഹവ വായു, മീട്ടി മണ്ണ്, പാനി വെള്ളം, രംഗ് കളറ്, മഹക്ക് കിനാര, സമീൻ, ഓർ സ്വാദ് അല്ലേ. ഇതെല്ലാം നമ്മൾ അപ്പുറത്ത് മീനിങ്ങിൽ പറഞ്ഞതാണ്. നോക്കിയേ, ആ പാട്ടിനകത്ത് പറഞ്ഞ അല്ലയോ മരമേ നീ മരമല്ല, നീ തയ്യൽക്കാരനാണ്. നീ എത്രയോ കിളിക്കൂടാണ് തുന്നിക്കെട്ടിയിരിക്കുന്നത്, എത്രയോ കാറ്റിനെയാണ് തുന്നിക്കെട്ടിയിരിക്കുന്നത്. വെയിലിനെ തുന്നിയപ്പോൾ അത് അവിടെ ചിന്നിച്ചിതറി അല്ലേ, കഷ്ണങ്ങളായിട്ട് നിഴലുകളായിട്ട് അത് താഴെ പോയി. നമ്മൾ പഠിച്ചതാ അല്ലേ. പിന്നെ മരമേ നീ മരമല്ല, നീ തയ്യൽക്കാരൻ തന്നെയാണ് അല്ലേ. മണ്ണിനെ തുന്നിച്ചേർത്ത് നീ നിറങ്ങൾ നിർമ്മിച്ചു. പിന്നെ വെള്ളത്തെ തുന്നിച്ചേർത്ത് നീ ആകാശമാക്കി. മണ്ണും നിറവും കാറ്റും വെള്ളവും ഒരുമിച്ച് നീ രൂപപ്പെടുത്തിയിരിക്കുന്നു അല്ലേ. നീ എത്രയെത്ര തീരങ്ങളാണ് തുന്നി ചേർത്തിരിക്കുന്നത്. നീ നിലങ്ങളാണ് അല്ലേ. നിലം മീൻസ് ലാൻഡ്, നിലങ്ങളാണ് തുന്നി ചേർത്തത്. പിന്നെ കളറുകളുള്ള സുഗന്ധമുള്ള പൂക്കളെയും എല്ലാം നീ തുന്നിച്ചേർത്തു. ഫൂൽസിലെ പശ്മിനെ ഇതെല്ലാം കൊണ്ട് കമ്പിളി വസ്തുവും നീ തുന്നിയില്ലേ. മാങ്ങയിൽ മാമ്പഴത്തിൻ്റെ സ്വാദ് തുന്നിച്ചേർത്തു. ആ ക്വസ്റ്റ്യൻ ആൻസർ ആവും നിങ്ങൾ. ഇവിടെ എന്തൊക്കെയാണ് തുന്നിച്ചേർത്തത്? മാങ്ങയിൽ മാമ്പഴത്തിൻ്റെ സ്വാദ് തുന്നിച്ചേർത്തു. ഞാവലിൻ്റെ സ്വാദ് ചേർത്തു. പിന്നെ പൂന്തോപ്പിൻ്റെ സ്വാദ് അല്ലേ. വനത്തിലെ മരത്തിൽ വനത്തിൻ്റെയും സ്വാദ് നിറച്ചിരുന്നു. ഇവിടെ കവി മരത്തെ തയ്യൽക്കാരനോടാണ് ഉപമിച്ചിരിക്കുന്നത്. എന്തോത്തിനോടൊക്കെയാണ് സാദൃശ്യപ്പെടുത്തിയതെന്നൊന്നും അറിയണം കേട്ടോ. ഇതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഈ പാഠം എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആവും നിങ്ങളെ. ഇവിടെ മരത്തിനെ തയ്യൽക്കാരൻ എന്ന് എന്തുകൊണ്ടാണ് വിളിച്ചത്? മരത്തിനെ തയ്യൽക്കാരൻ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? പേട് കവിത സുശീൽ ശുക്ല ദ്വാര ലിഖി ഗയി ഏക് ചോട്ടി ലേക്കിൻ സുന്ദർ ബാൽ കവിത ഹേ. പേട് എന്ന കവിത സുശീൽ ശുക്ല എഴുതിയ ഒരു ചെറുതുമാണ് പക്ഷേ സുന്ദരവുമായ ഒരു കുട്ടി കവിതയാണ്. കവിനെ പേട് കോ ദർജി കഹാ ഹേ ക്യോങ്കി പേട് കൈ ചീസോങ്കോ ആപ്പസ് മേൻ ജോഡ്താ ഹേ ജൈസെ ദർജി കപ്പടെ സിൽത്താ ഹേ. കവി മരത്തെ തയ്യൽക്കാരൻ എന്ന് വിളിച്ചു. എന്തുകൊണ്ടെന്നാൽ മരം ഒരുപാട് വസ്തുക്കളെ പരസ്പരം ബന്ധിപ്പിക്കും, ഒരു തയ്യൽക്കാരനെ പോലെ. പിന്നെ തയ്യൽക്കാരൻ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് സുന്ദരമായ വസ്ത്രങ്ങൾ തയ്ക്കുന്നു. അതുപോലെ ദർജി കപ്പടേക്കോ ഖത്തറൻ സേ സുന്ദർ കപ്പടെ സിൽത്താ ഹേ. അതുപോലെ ഉസി പ്രകാർ പേട് കോംസല ഹവ ധൂപ് മീട്ടി പാനി രംഗ് കിനാര സമീന് മഹക്ക് ഫൂല് സ്വാദ് ആദി. ഇത് നമ്മൾ മുമ്പ് പഠിച്ചതല്ലേ. അതുപോലെ തന്നെ മരം, പക്ഷിക്കൂട്, കാറ്റ്, വെയിൽ, മണ്ണ്, വെള്ളം, നിറം, തീരം, നിലം, സുഗന്ധം, പൂക്കൾ, സ്വാദ് എന്നിവയൊക്കെ നമ്മുടെ മരം നെയ്യുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ഈ പാഠത്തിൽ നിന്ന് ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇതങ്ങ് പഠിച്ചോണം കേട്ടോ. അടുത്ത നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് സയൻസിൻ്റെ ഒന്നാമത്തെ ബേസിക് സയൻസ് മീൻസ് ഫിസിക്സ് ഇവിടെ അല്ലേ. നോക്കിക്കേ, ഇത് ഞാൻ ഒന്ന് കാണിച്ചാൽ പോരാ കുഞ്ഞുങ്ങളെ, കാരണം ഇതിൻ്റെ ഓൾറെഡി നോട്ട് നമ്മൾ ഒത്തിരിയും വട്ടം ഇട്ടതാണ് അല്ലേ. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്, ഭൗതിക അളവ് എന്താണ്, കണ്ടോ. ഓക്കെ, അടുത്ത പേജ് നമ്പറിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. കാരണം ഇത് നിങ്ങൾ എഴുതിയെന്ന് എനിക്കറിയാം, അഥവാ എഴുതാത്തവരുണ്ടെങ്കിൽ. അടുത്തത് മെഷറിങ് പ്രഷറ്. കൂടുതൽ ഭൗതിക അളവുകൾ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതൊക്കെ എഴുതാം. അടിസ്ഥാന അളവുകൾ എന്നാൽ എന്ത്? മലയാളവും ഇംഗ്ലീഷും ഉള്ളതുകൊണ്ടേ. പിന്നെ അടിസ്ഥാന അളവുകൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്താണ്? ഇത്രയും. അടുത്ത ചുമരിലെ പെയിൻ്റ് അടിക്കുന്നതിനെ കുറിച്ചൊരു ടെസ്റ്റിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതാണിത്. ഓക്കെ,
അടുത്ത ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നാൽ എന്ത്? 3. ഇംഗ്ലീഷ് മലയാളം ഉണ്ട് കേട്ടോ. അടുത്തത് ഗ്യാസ് സിലിണ്ടറിൽ മാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കിലോഗ്രാമിലാണ്. ഓക്കെ, ടെസ്റ്റിലെ 9ാമത്തെ ചോദ്യം, പേജ് നമ്പർ 10 ചോദ്യമാണ് നിങ്ങൾ ഇത് കേട്ടോ. ഡിഗ്രി സെൽഷ്യസിലൊക്കെ എഴുതുന്നത്. ഭൗതിക അളവ് പ്രസ്താവിക്കുക, അതിൻ്റെ മൂല്യം കാണിക്കുന്ന സംഖ്യയും യൂണിറ്റും ചേർത്ത് എഴുതണമെന്നാണ് പറയുന്നത് കേട്ടോ. ഉദാഹരണ സഹിതം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 5 കിലോ അരി വേണമെങ്കിൽ 5 kg എന്നാൽ അതിൻ്റെ അതുകൂടെ പറയണം കേട്ടോ. ഭൗതിക അളവുകളുടെ യൂണിറ്റുകൾ. നീളം അളക്കാൻ വ്യത്യസ്ത സ്കെയിലുകളുണ്ട് അല്ലേ. പല തോതുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ എന്തെല്ലാം? യൂണിറ്റ്, മീറ്റർ, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. മീറ്റർ ഇതൊക്കെ നല്ലപോലെ പഠിക്കും. നിങ്ങളോട് ഇപ്പോൾ 8 മീറ്റർ = ഡാഷ് സെൻറ്റിമീറ്റർ, എന്തായാലും ഇതുപോലെ ചോദിക്കത്തില്ല. 10 സെൻറ്റിമീറ്റർ = ഡാഷ് മില്ലിമീറ്റർ, 10 മീറ്റർ = ഡാഷ് മില്ലിമീറ്റർ, ഇങ്ങനെയൊക്കെ ചോദിക്കുക. ഒരിക്കലും നേരിട്ട് ചോദിക്കത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ എമൗണ്ട് വെച്ച് ചെയ്യാൻ അറിയണം. മൈക്രോൺ എന്നാലെന്ത്? കിലോമീറ്റർ. സൗരയൂഥത്തിൻ്റെ അളവുകൾ. മാസ് എന്നാലെന്ത്? നേരിട്ട് എന്തായാലും ചോദിക്കത്തില്ല കേട്ടോ. പിന്നെ മാസ് SI യൂണിറ്റ്. 1 ഗ്രാം എന്ന് വെച്ചാൽ എത്രയാണ്? മാസിൻ്റെ വലിയ യൂണിറ്റുകൾ. ടണ്ണ് കണക്കിന്. ടണ്ണെന്ന് വെച്ചാൽ 1000 ആണേ നിങ്ങൾ കേട്ടോ. നമ്മൾ ടൺ കണക്കിന് ഈ തടി വണ്ടിയൊക്കെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വണ്ടിയിൽ തടി നിറച്ചുകൊണ്ട് അതൊക്കെ ഓരോ കിലോ 2 കിലോ എന്നോ അല്ല. അതിൻ്റെ വലിയ ഗോഡൗണിലുള്ള അതിൻ്റെ ഈ തൂക്കുന്ന സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ആ മെഷീനകത്തിലോട്ട് കയറ്റുക. വണ്ടി കണ്ടിട്ടുണ്ടോ അതൊക്കെ? വോളിയം കാണാൻ. വോളിയം, ഡെൻസിറ്റി സാന്ദ്രത, ഫണ്ടമെൻ്റൽ യൂണിറ്റ്. ഇത് നല്ലപോലെ അറിയണം കേട്ടോ. താപനില ടെമ്പറേച്ചർ ചെയ്യുന്നത് കെൽവിനാണ്. പദാർത്ഥത്തിൻ്റെ അളവ് മോള്. സമയം S വെച്ച്. ലീസ്റ്റ് കൗണ്ട് എന്നാൽ എന്താണ്? നാനോമീറ്റർ. സോളാർ ഡേ എത്രയാണ്? സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം അളക്കുന്നത് എങ്ങനെയാണ്? AU വെച്ചാട്ടെ. AU. മെഷർമെൻറ്റ്. ഇതൊക്കെ ഈ 1ാമത്തെ പാഠത്തെ എല്ലാത്തിൻ്റെയും ഇതറിയണം കേട്ടോ. ഇപ്പോൾ 1 G എത്രയാണ്, 1 mg എത്രയാണ്? 1ാമത്തെ പാഠത്തിൽ അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. നെയിമും അതിൻ്റെ സിമ്പിളുകളും. CD എന്തോ? CD ക്യാൻഡില അല്ലേ? ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ ക്യാൻഡില. അടുത്തത് ഡിറൈവ്ഡ് യൂണിറ്റ്, വിൽപ്പന്ന യൂണിറ്റുകൾ, അതിൻ്റെ മലയാളം. അതിൻ്റെ ചാപ്റ്റർ. ഓക്കെ, അടുത്ത കെമിസ്ട്രി. മാറ്റർ എന്നാലെന്ത്? വോളിയം എന്നാലെന്ത്? മാസ് എന്നാലെന്ത്? ദ്രവ്യത്തിൻ്റെ 3 അവസ്ഥകൾ ഏതെല്ലാം? ഫിസിക്കൽ ചേഞ്ച് എന്താണ്? ഫിസിക്കൽ ചേഞ്ചിനെ നമ്മൾ ഒത്തിരി നിർവചിച്ചിട്ടുണ്ടല്ലേ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. മാറ്റർ എന്നാലെന്ത്? ഇതൊക്കെ ടെസ്റ്റിലെയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു തെറ്റുണ്ടായിരുന്നു കേട്ടോ. എന്താണ്? നമ്മൾ ഏത് വസ്തുവിലാണോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഷേപ്പിലായിരിക്കും എപ്പോഴും വെള്ളം. ഏത് പാത്രത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിൻ്റെ. സ്ലോ ചേഞ്ചും ഫാസ്റ്റ് ചേഞ്ചും. ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റവും രാസമാറ്റവും. ഒത്തിരി എടുത്ത് തന്നിട്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. ഒത്തിരി എടുത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കെമിക്കൽ ചേഞ്ച്, രാസമാറ്റം. പേജ് നമ്പറിൽ ഏതാണ്ടിത് പേജ് നമ്പർ 55. ഫ്രീസറിൽ സൂക്ഷിച്ച വെള്ളം ഐസായി മാറുന്നത് എന്താണ്? എങ്ങനെയാണ്? നമ്മൾ ആ ലിങ്കിൽ ഇതെല്ലാം ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അതുകൊണ്ടാണ് ഈ സ്പീഡിൽ പോകുന്നത്. പിന്നെ സബ്ലിമേഷൻ എന്നാൽ എന്ത്? ഉൽപ്പാദനം എന്നാൽ എന്ത്? സബ്ലിമേഷൻ. അവസ്ഥാപരിവർത്തനം എന്നാൽ എന്ത്? ഭൗതിക മാറ്റം, ഫിസിക്കൽ മാറ്റം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നതും ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നതും. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സോതെർമിക്കും എൻഡോതെർമിക്കും. എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും എല്ലാത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷും ഉണ്ട്. അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്നാൽ എന്ത്? തെർമോ
കെമിക്കൽ റിയാക്ഷൻ എന്നാൽ എന്താണ്? പ്രകാശരാസപ്രവർത്തനങ്ങൾ. പ്രകാശ സംശ്ലേഷണം. റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും എന്താണ്? ജൈവദീപ്തി. ബയോലൂമിനസെൻസ്. ജൈവദീപ്തി. വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഇലക്ട്രോലൈസിസ്. വൈദ്യുത വിശ്ലേഷണം. എല്ലാ പാഠത്തിൻ്റെയും ലെറ്റസസ് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, അത് ഞാൻ ടെസ്റ്റിലാണ് ഫുൾ എഴുതി കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഫിസിക്സിൻ്റെ ആയാലും കെമിസ്ട്രിയുടെ ആയാലും നമ്മൾ ആ ടെസ്റ്റ് ലാസ്റ്റ് പാർട്ട് നിങ്ങൾ എടുത്ത് നോക്കണം. നമ്മുടെ ഏത് ലിങ്കിൻ്റെ ആയാലും ലാസ്റ്റ് പാർട്ടിനകത്തിൽ നമ്മൾ ലെറ്റസസ് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വിലയിരുത്താം. അവസാനത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വൈദ്യുത രാസപ്രവർത്തനങ്ങളും ഇലക്ട്രോപ്ലേറ്റിംഗ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോപ്ലേറ്റിംഗ് ഓക്കെ, അത് തീർന്നു. അടുത്തത് ബയോളജി. കൃഷി ചെയ്യുന്ന രീതികൾ ഏതൊക്കെയാണ്? വെർട്ടിക്കൽ ഫാമിംഗ് എന്നാൽ എന്താണ്? ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ. സസ്യപോഷകങ്ങൾ, മൈക്രോ ന്യൂട്രിയൻസ്, മൈക്രോയും അല്ലേ, ഇത് മൈക്രോയും കാണാൻ പറ്റുന്നുണ്ടോ? ഇത് മൈക്രോയും. പ്ലാന്റ്സ്, സസ്യപോഷകങ്ങൾ. What were the circumstances have prompted farmers to choose a new way? കൃഷി ലാഭകരമാക്കാൻ എന്തെല്ലാം സാധ്യതകൾ നമ്മൾ ചെയ്യണം? എഴുതിയെടുക്കണേ നിങ്ങൾ കേട്ടോ, കാരണം ഞാൻ ഇതെല്ലാം നല്ലതുപോലെ നമ്മുടെ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ വെറുതെ കിടന്ന് നിലവിളിക്കേണ്ടെന്ന് വിചാരിച്ചാൽ കണ്ടോ, ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് മലയാളം, ഇത് ഇംഗ്ലീഷ്. പുതുവഴികൾ തിരഞ്ഞെടുക്കുന്നത്. വെർട്ടിക്കൽ ഫാമിംഗ് ഒക്കെ ഒരു മാർഗ്ഗമൊക്കെ അത്ര എഴുതിയാൽ മതി. സസ്യപോഷകങ്ങൾ, ഇതൊക്കെ നല്ലത് അറിയണം കേട്ടോ. കെമിസ്ട്രി അടുത്ത പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള മൂലകങ്ങൾ. ഇത് ബയോളജി അല്ലയോ? കെമിസ്ട്രിയിലെ അടുത്ത പാഠം അത്. വളത്തിൻ്റെ ഉപയോഗം. വളപ്രയോഗം. വിവിധതരം വളങ്ങൾ. ജൈവവളം, ഓർഗാനിക്, ബയോ, മൈക്രോബയൽ, ജീവാണുവളം, ആർട്ടിഫിഷ്യൽ, നാനോ. ഡിഫറൻസ് ബിറ്റ്വീൻ ബയോ ഫെർട്ടിലൈസർ ആൻഡ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ കേട്ടോ. ഇതെല്ലാം നമ്മുടെ ലീഫ് കളർ ചാർട്ട്. നാടൻ ഇനങ്ങൾ, ലോക്കൽ വെറൈറ്റീസ്. ഫോർ ബെറ്റർ ഈൽഡ്, ഹൈ ക്വാളിറ്റി. ഇതെല്ലാം ഞാൻ നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ പറയാത്ത കേട്ടോ. ഗ്രാഫ്റ്റിംഗ് എന്താണ്, ബഡ്ഡിങ് എന്താണ്, എല്ലാത്തിൻ്റെയും ഓരോ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ്. പിന്നെ GM വിളകൾ എന്താണ്, ടിഷ്യൂ കൾച്ചർ എന്നാൽ എന്താണ്, എൻ്റെ മലയാളം, എൻ്റെ ഇംഗ്ലീഷ്. ഒരു വലിയ ചാപ്റ്ററാണ് കേട്ടോ. ജലവിനിയോഗം, അതിനകത്തിലെ ഹരിതഗൃഹം എന്താണ്, ഗ്രീൻ ഹൗസ്, എൻ്റെ മലയാളവും ഇംഗ്ലീഷും. ഡ്രിപ്പ് ഇറിഗേഷൻ എന്താണ്, തുള്ളിനന, എൻ്റെ മലയാളവും ഇംഗ്ലീഷും. വിക്ക് ഇറിഗേഷൻ എന്താണ്, തിരിനന. ഓക്കെ. മൾച്ചിങ് എന്താണ്, പുതയിടൽ, എൻ്റെ മലയാളവും ഇംഗ്ലീഷും. കീട നിയന്ത്രണം, പെസ്റ്റ് കൺട്രോൾ. സംയോജിത കൃഷിരീതി. ഈ ബാക്കി ഞാൻ ടെസ്റ്റിൽ അടയാളപ്പെടുത്തി തന്നായിരുന്നു കേട്ടോ. ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നു, കാരണം അത് ബോക്സിനകത്തിലൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ എഴുതാനത് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ മെയിൻ ആണ് സോഷ്യലിലെ അധിനിവേശം അല്ലേ. ഞാൻ കാണിച്ചു പോകാം, കാരണം ഇത് വായിക്കാനാണെങ്കിൽ ഇപ്പോഴെങ്ങും തീരത്തില്ല. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ മലയാളവും ഇംഗ്ലീഷും.
വാസ്കോ ഡ ഗാമ. പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ചത് എന്തെല്ലാമാണ്? വാസ്കോ ഡ ഗാമ ഇമ്പോർട്ടൻ്റ് ആണേ. അദ്ദേഹം വന്നതും നിന്നതും പോയതും ഒക്കെ നോക്കിക്കോണേ. സമൂറി കാണാൻ പറ്റുന്നുണ്ടോ? സമൂറി ഇവിടെ ഗ്രാൻഡ് എന്നൊക്കെയാണ്. സമൂറി, സാമൂതിരി, കുഞ്ഞാലിമരക്കാരൊക്കെ ബോക്സിൽ കിടപ്പുണ്ട് കേട്ടോ, അറിയണേ. കുഞ്ഞാലി 3 കുറിച്ച് അവർ അടുത്ത പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന കുറേ സാധനത്തിൻ്റെ പേര് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് പൊളിറ്റിക്കൽ ഫീൽഡിൽ എന്താണ്, രാഷ്ട്രീയ മേഖലയിൽ എങ്ങനെയാണ്, അഗ്രികൾച്ചറിൽ എങ്ങനെയായിരുന്നു, നോളജ് സെക്ടറിൽ എങ്ങനെയൊക്കെയായിരുന്നു, ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പാർട്ട് എടുത്തൊന്ന് കാണാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മൊത്തം കൂടി ഇങ്ങനെ പറഞ്ഞതാണ്. വിജ്ഞാന മേഖലയിൽ കൾച്ചർ, സാംസ്കാരിക മേഖല എങ്ങനെയാണ്, ഡച്ചുകാർ വന്നതിന് ശേഷം എന്തൊക്കെയായിരുന്നു, ബാസ്റ്റിൽ ഓഫ് കുളച്ചൽ യുദ്ധം, ഇന്ത്യയിൽ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ, കുളച്ചൽ യുദ്ധത്തിൻ്റെ ഫലം എന്തായിരുന്നു, ഫോർട്ടസ് മലബാറിക്കസ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. വയനാട്ടിൽ നിന്ന് എന്നെ ഒരു രക്ഷകർത്താവ് വിളിച്ചായിരുന്നു നിങ്ങൾ കേട്ടോ. ആ കുട്ടി പഠിക്കാൻ അത്ര ഇതല്ലായിരുന്നു, പക്ഷേ എൻ്റെ ക്ലാസ് കണ്ട് ഈ മാത്സിനൊക്കെ നല്ല പുരോഗതിയുണ്ട് എന്ന് വിളിച്ചായിരുന്നു. വയനാട്ടിൽ നിന്നായിരുന്നു വിളിച്ചത് കേട്ടോ. അപ്പോൾ വിളിച്ചിട്ട് ഞാൻ ക്ലാസ് സമയത്തായിരുന്നു എന്നെ വിളിച്ചതുകൊണ്ട് അത് നല്ലപോലെ അതിനോട് സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ല. ക്ലാസ് എൻ്റെ ഇടയ്ക്ക് ഫോൺ എടുക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് പിന്നെ എന്നിട്ട് ഞാൻ എടുത്ത് സംസാരിച്ചു. അവർക്ക് പിന്നെ മാത്സിനൊക്കെ നല്ല മാർക്കുണ്ടെന്ന് കേട്ടോ. ഇപ്പം കൊച്ചി എൻ്റെ ക്ലാസ് മാത്രമേ കാണത്തുള്ളൂ. എല്ലാം ഇപ്പോൾ ഫസ്റ്റ് ടൈം പരീക്ഷ ഇട്ടപ്പോൾ നല്ല മാർക്ക്, കാരണം അവരത്രയും മാർക്ക് പ്രതീക്ഷിച്ചില്ല ആ കുട്ടിയിൽ നിന്നും. ടീച്ചർ വരെ ആ കുട്ടിയുടെ രക്ഷാകർത്താവിനെ വിളിച്ചും ആ കുട്ടിയോടും ഒക്കെ പറഞ്ഞെന്ന്, നീ എങ്ങനെ ഇങ്ങനെ ഇത്രയും മാർക്കൊക്കെ നിനക്കപ്പോൾ മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഞാൻ ഇതുപോലെ യൂട്യൂബിൽ ഈ ചാനൽ കണ്ട് പഠിക്കുമെന്നൊക്കെ അല്ലേ. അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു ഇങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുമോ അറിയത്തില്ല, അതൊരു പ്രത്യേക ചെയ്യുന്ന ജോലിക്ക് അല്ലേ ഒരു അപ്രിസിയേഷൻ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അന്നേരം നമുക്ക് കുറെ കൂടി ജോലിയോട്, ഞാൻ എത്ര തൊണ്ട വയ്യ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്ന നമ്മൾ ആ ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത, അല്ലാതെ നമുക്ക് ഇതിൽ നിന്നും കോടികൾ കിട്ടിയിട്ടൊന്നും അല്ല കേട്ടോ. ഇതിൽ നിന്നും ഒന്നും കിട്ടുന്നൊന്നുമില്ല അങ്ങനെ കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാനിത് ഇത്രയും കിടന്ന് വായിച്ചുകൊണ്ടിരുന്നാലേ, കാരണം ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ. ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ ആ പേരിനകത്തൊന്നും ഉണ്ട്, ഇതാരൊക്കെയാണ് എന്തിനൊക്കെയാണെന്നുള്ള. ചോദ്യം മേളിലുണ്ടേ, ചോദ്യം നോക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. വന്ദേമാതരമൊക്കെ അറിയാവേ, നാഷണൽ ആന്തം. നിൽഡാർ, നീലദർപ്പൻ, സന്യാസി ഫക്കീർ കലാപം, നീലം കർഷക കലാപം. ഒരിച്ചിരി വലിയ ചാപ്റ്റർ ആട്ടോ, പക്ഷേ കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻ ആൻസറുകളല്ല. അതിൻ്റെയും കൂടെ രണ്ടാമത്തെ ചാപ്റ്റർ തീർന്നോളൂ. സന്താൾ, ഉൽഗുലാൻ കലാപം. ഉൽഗുലാനെ വേറെയും പേരുണ്ട്, എന്താ വലിയ കോലാഹലമെന്നും വലിയ ഇളക്കമെന്നും ഒക്കെ പറയുന്നുണ്ട് ഉൽഗുലാൻ. അങ്ങനെ അതൊക്കെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ മൊത്തം പഠിച്ചിട്ട് എന്നോട് വിളിച്ച് കമൻറ്റ് പറഞ്ഞവരൊക്കെ ഉണ്ട്. നിങ്ങൾ ആ ചാപ്റ്റർ ഫുള്ള് നല്ലപോലെ എൻ്റെ ചാനൽ കണ്ട് വൃത്തിയായിട്ട് പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു. നമ്മൾ അന്നങ്ങ് പഠിച്ചു പോകണം കേട്ടോ നമുക്ക്. കാരണം ഇനി അങ്ങോട്ട് ഓരോ വിഷയം കൂടുക, ഓരോ ഇതും കൂടുമ്പോൾ ഉണ്ടല്ലോ അവസാനം ബിർസാ മുണ്ട,
പോളിഗർ, ആറ്റിങ്ങൽ കലാപം, വില്ലൂർ കലാപം അല്ലേ. ബാക്കി നമ്മുടെ ടെസ്റ്റിലുണ്ടോ കുഞ്ഞുങ്ങളെ? എനിക്കൊന്ന് ഇനി കുറച്ചുകൂടെ ഞാൻ എഴുതിയായിരുന്നു, പക്ഷേ ഇത് കാണുന്നില്ല. ഇനി വേറെ എവിടെയും എഴുതി വെച്ചോ എന്നറിയത്തില്ല കുഞ്ഞുങ്ങളെ. അപ്പം ഏകദേശമൊക്കെ എല്ലാം തന്നു. മാത്സ് ഞാൻ ഇടാന്നതേ, മാത്സ് നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ട് കാര്യമില്ല. മാത്സ് നമ്മുടെ ഒന്നാമത്തെ സ്ക്വയർ വേണമെന്നുള്ളവർ 2 × L+B വെച്ചങ്ങ് ചെയ്താൽ മതി കുഞ്ഞുങ്ങളെ കേട്ടോ. അഥവാ വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ പറ. നമ്മൾ മാത്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ അല്ലേ, 3ാമത്തെ ചാപ്റ്റർ ആയി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്തിനു വേണ്ടി എഴുതിയ എല്ലാ വിഷയത്തിലും ഇതുപോലെ 2ാമത്തെ എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇഷ്ടം പോലെ നോട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇങ്ങനെ ഒന്നാമത്തെ ഓരോന്ന് വെച്ച് ഇങ്ങനെ ചാപ്റ്റർ വേണം, ഇപ്പോൾ 2ാമത്തെ ചാപ്റ്ററിൻ്റെയും ഫുൾ നോട്ട് ഇങ്ങനെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് പറഞ്ഞെങ്കിലേ എനിക്കറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ എഴുതിയെടുക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.